കേരളത്തിലെ ബജറ്റ് അവതരണം ധനമന്ത്രി തുടരുകയാണ്. കടുത്ത അവഗണനയ്ക്കിടയിലും കേരളത്തിലെ ആശാവർക്കർമാരുടെയും അംഗനവാടി ജീവനക്കാരുടെയും ശമ്പള പരിഷ്കരണം ബജറ്റിൽ പ്രഖ്യാപിച്ചു. പിണറായി വിജയൻ സർക്കാരിന്റെ 12ാമത്തെയും മന്ത്രി KN ബാലഗോപാലിന്റെ 6ാമത്തെയും ബജറ്റ് അവതരണമാണ് ഇന്ന് നടന്നത്. കേരളം ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയെന്ന ചാരിതാർത്ഥ്യം സർക്കാരിനുണ്ട്. ധനനിലയിൽ വലിയ പുരോഗതി കേരളത്തിന് സംഭവിച്ചുവെന്നും ധനമന്ത്രി KN ബാലഗോപാൽ ബജറ്റ് അവതരണത്തിനിടെ പറഞ്ഞു. ക്ഷേമ പെൻഷൻ വിതരണത്തിന് 14,500 കോടി രൂപ വകയിരുത്തി. അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വരുമാനത്തിൽ 1000 രൂപയുടെ വർധന, ഹെൽപ്പർമാർക്ക് 500 രൂപ വർധന, ആശാ വർക്കർമാരുടെ പ്രതിമാസ വരുമാനത്തിൽ 1000 രൂപയുടെ പ്രതിമാസ വർധന എന്നിവ പ്രഖ്യാപിച്ചു. ചൈനയ്ക്ക് ശേഷം ആദ്യമായി അതിദാരിദ്ര്യ വിമുക്ത പരിപാടി അമേരിക്കയേക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്ക് കേരളത്തിൽ. ദേശീയപാത നിർമ്മാണം ദ്രുതഗതിയിൽ. ദേശീയപാത വരുന്നത് പിണറായി വിജയന്റെ ഇച്ഛാശക്തി കൊണ്ട്. KSRTCയിൽ ശമ്പളം മുടങ്ങില്ല. വ്യവസായ വളർച്ച സമാനതകളില്ലാത്ത നിലയിൽ. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി വീടുകൾ ഫെബ്രുവരിയിൽ കൈമാറും. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വായ്പ എടുക്കാൻ ബോർഡ്. റവന്യൂ ഗ്രാന്റ് നിർത്തലാക്കി. ഖരമാലിന്യ സംസ്കരണത്തിന് 160 കോടി. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും. മുൻ ജനപ്രതിനിധികളുടെ ക്ഷേമത്തിനായി ക്ഷേമനിധി ആരംഭിക്കും. വയോജന ക്ഷേമം ലക്ഷ്യമിട്ട് എൽഡർലി ബജറ്റ്. KSRTCക്ക് 8,500 കോടി നൽകി. ധനമന്ത്രി പ്രഖ്യാപിച്ചു. കേരളത്തെ തകർക്കാൻ വർഗീയ ശക്തികൾ തക്കം പാർത്തിരിക്കുകയാണ്. ഇതിനെ കേരളം ഫലപ്രദമായി പ്രതിരോധിക്കുന്നുണ്ട്. മതരാഷ്ട്രവാദികൾ അവസരം കാത്തിരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിനെതിരെ യോജിച്ചുള്ള പ്രതിഷേധം ആവശ്യമാണ്. കേന്ദ്ര അവഗണനയിലും പിടിച്ചുനിന്നു. തൊടുന്യായം പറഞ്ഞ് അർഹമായ വിഹിതം വെട്ടുകയാണ്. സംസ്ഥാനത്തിന്റെ കടം താങ്ങാവുന്ന പരിധിയിലാണ്. 4 വർഷത്തിനിടെ ഗുണകരമായ പുരോഗതി ഉണ്ടായി. കേന്ദ്ര അവഗണന എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പക്ഷേ കേന്ദ്രത്തെ പ്രതിരോധിക്കാൻ ഒറ്റക്കെട്ടായ ശ്രമം കുറവാണ്. കേന്ദ്രം നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ്. വായ്പ പരിധി കുറച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്ത്യത്തിന്റെ ആരംഭം കുറിച്ചു. സാമ്പത്തിക വർഷ അവസാനം കേന്ദ്രം കേരളത്തെ കുരുക്കി. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം കേന്ദ്രം കവർന്നെടുക്കുകയാണ്. ഫെഡറലിസം ഇന്ത്യയുടെ ആത്മാവാണ്. പക്ഷേ അത് തകർക്കാൻ കേന്ദ്രം ശ്രമം നടത്തുകയാണെന്നും അതിലെ പ്രതിഷേധം ബജറ്റിൽ രേഖപ്പെടുത്തുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി. അംഗൻവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കും. ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെ വർധനവ് വരുത്തും. ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കും. പ്രീ പ്രൈമറി സ്കൂൾ അധ്യാപകരുടെ പ്രതിമാസ വേതനവും 1000 രൂപ വർദ്ധിപ്പിക്കും. സ്കൂൾ പാചക തൊഴിലാളികളുടെ ദിവസ വേതനത്തിൽ 25 രൂപ വർദ്ധിപ്പിക്കും. സാക്ഷരതാ പ്രേരകുമാരുടെ പ്രതിമാസ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കും. MC റോഡ് വികസനത്തിന് കിഫ്ബിയിൽ നിന്നും 5317 കോടി, KRailന് പകരം RRTS അതിവേഗ പാതയുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പദ്ധതിയെക്കുറിച്ച് പരാമർശിച്ചു. 4 ഘട്ടങ്ങളിലായി RRTS അതിവേഗ പാത നടപ്പാക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നഗര മെട്രോകളെ ബന്ധിപ്പിക്കും. പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 100 കോടിയുമാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.